വൈകാരികമായ ഉത്തരവാദിത്വം, ഇമോഷണൽ സ്റ്റുവേർഡ്ഷിപ്പ്. ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങളിൽ എടുത്തു ചാടുന്ന സ്വഭാവം ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ്. പക്വതയില്ലാത്തവരിൽ ഒത്തിരി കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവില്ലാത്തവരിൽ അധികമായിട്ടും ജഡീക ശക്തി കയറിയിട്ട് അത് നാശമാക്കുന്ന ഒരു ശക്തിയായിട്ട് മാറും. ദൈവത്തിന് തന്നിരിക്കുന്ന വികാരങ്ങൾ നന്മയ്ക്കായിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. നമ്മൾ ഓർക്കണം, നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ വളർന്നു നിന്ന രീതിയിൽ നിന്നും ഭവനത്തിൽ നിന്നും മാറി വേറൊരു ഭവനത്തിലേക്ക്, വേറൊരു കൾച്ചറൽ, അതായത് നമുക്കറിയാൻ വയ്യാത്തൊരു ഭവനത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പം നമ്മുടെ ജീവിത രീതി മാറുന്നു, നമ്മളവരെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആകെക്കോടെ പ്രശ്നമായി മാറും. ഒന്നാമത് അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചിന്ത നമ്മുടെ തലയിലോട്ട് ചുമ്മാ ഇങ്ങനെ കയറി വരും. അത് അവർ ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് ചുമ്മാ, പിന്നെ അവരുടെ രീതി അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മളെല്ലാം നെഗറ്റീവായിട്ട് കാണാൻ തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുള്ള ഉത്തരവാദിത്വത്തിലാണോ ശ്രദ്ധിക്കുന്നത്, അതോ നമ്മുടെ വൈകാരിക ചിന്തകളിലാണോ ചിന്തിക്കുന്നത്? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ വികാരമാണ് എന്നെ ഭരിക്കുന്നത് എങ്കിൽ ആകെപ്പാടെ പ്രശ്നമായി മാറും. അതല്ല, എനിക്കതൊരു ഉത്തരവാദിത്തമാണ്, ഞാൻ ഈ ഭവനത്തിൽ കാലുകുത്തിയത് ഈ ഭവനത്തിനും എനിക്കും നന്മയ്ക്കാണ് എന്ന് നമ്മൾ ആത്മാവിൽ ബലത്തോടെ പറയുകയാണ്. ഇതിട്ടേച്ചൊന്നും ഞാൻ പോകുന്നില്ല, നോ മാറ്റർ വാട്ട്, തിരിഞ്ഞു പോകുന്ന ക്വസ്റ്റ്യൻ ഇല്ല. ഞാനും ദൈവവുമായിട്ടൊരു ഉടമ്പടി എടുത്താണ് ഇതിൻ്റെ നടുക്ക് നിൽക്കുന്നത്. പ്രശ്നം വരുമ്പം പറയാൻ എനിക്കൊരാളുണ്ട്, എൻ്റെ ദൈവം. നമുക്ക് അപ്പനോടും അമ്മയോടും പറയാൻ വയ്യാത്ത പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകും. പക്ഷെ അന്നേരം ദൈവം, പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പല സ്ത്രീകളും എൻ്റെ അരികെ വന്ന് ഭർത്താവിനോടും അമ്മയോടും അപ്പനോടും അവനോട് വന്ന് പറയുന്നവർ അമ്മയോട് പറഞ്ഞ അമ്മയ്ക്ക് വിഷമമാണ്. കറക്റ്റാണ്. പക്ഷേ ഞാൻ അവളുടെ അമ്മയല്ലാത്തതുകൊണ്ട് എന്നോട് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കും. കുട്ടി, ഇതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കൊടുക്കും. അവർ സ്വീകരിച്ചിട്ട് പോയിട്ട് കറക്റ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. ഒരമ്മയ്ക്ക് പകരം ഇമോഷണൽ അല്ലാത്ത ഒരാൾ സത്യം പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ ആളുകൾ ഉണ്ടാകണം നമ്മുടെ ഇടയ്ക്ക്. എത്ര പേരുണ്ടെന്നറിയത്തില്ല. അപ്പം നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഓരോന്ന് പറയാൻ, ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ. എത്രമാത്രം ചിന്തിക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും വിവാഹം കഴിച്ചു, നല്ല സ്നേഹമായിട്ട് കഴിയുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭാര്യയും ഭർത്താവും കൊണ്ട് വികട ബുദ്ധിയായി, അന്യോന്യം മനസ്സിലാക്കാൻ തുടങ്ങി. അവർ കുറച്ച് കഴിയുമ്പോൾ ഭർത്താവ് താമസിച്ച് വരാൻ തുടങ്ങുന്നു, ഭാര്യ വീട്ടിൽ തന്നെ ഇരിക്കുന്നു, കലക്കമായി. ഇപ്പോൾ ഇങ്ങനെ ആ സ്നേഹം മാറിയിട്ട് രണ്ടുപേരും ഇങ്ങനെ തലതിരിച്ചിരിക്കുന്നവരായി മാറും. അടുപ്പമുണ്ട്, പക്ഷേ രണ്ടുപേർക്കും ഒരു തരത്തിലുള്ള, ഇങ്ങനെയാണ് ആത്മാവി കാണിക്കുന്നത് തന്നെ, ഒരൈക്യതയില്ല. അപ്പം പിന്നെ അകൽച്ചയായി. അതാണ് നമ്മൾ അടുത്തിരുന്നവർ അകൽച്ചയായി വന്നു. സന്തോഷമുള്ള ഒരു സങ്കടത്തിലേക്കും പിന്നെ ഭ്രാന്തരായി മാറും. പിന്നെ രണ്ടുപേരും കണ്ണെടുത്ത കണ്ടുകൂടാ, അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സാന്നിധ്യം. ഇതൊക്കെ ദുഷ്ടപിശാചല്ലേ. ദൈവത്തിൻ്റെ പൊന്നു മക്കളായിട്ട് രണ്ടുപേരെ രണ്ട് കുടുംബം എത്രയോ ആഗ്രഹിച്ച് അതിവിശുദ്ധമായ കൂദാശയെ കൂടെ നടത്തി ഒന്നിച്ച്, ഇതൊക്കെ നല്ല കുടുംബത്തിൻ്റെ കാര്യം ഈ പറയുന്നത്, അല്ലാത്തത് വേണം കേട്ടോ. ഞാൻ ഈ അബ്സല്യൂട്ട് ട്രൂത്തുകളെ വിളിച്ച് പറയുന്നത്. അങ്ങനെ കൊണ്ടുവിട്ട കുടുംബത്തിൽ എങ്ങനെയാണ് ഈ സന്തോഷം മാറി ഭ്രാന്ത് പോലെ ആയതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചപ്പോൾ ദൈവം അറിഞ്ഞില്ല. അതുകൊണ്ടാണ് പ്രേയിങ് ഫാമിലി വിൽ സ്റ്റാൻഡ് ടുഗദർ. ഒരു പ്രാർത്ഥിക്കുന്ന കുടുംബം. ഞാൻ എപ്പോഴും എൻ്റെ കുടുംബത്തിലുള്ള മക്കളോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, രണ്ടുപേരും ഒന്നിച്ച് പ്രാർത്ഥിക്കണം. എത്രയെല്ലാം വിധത്തിൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുത്താലും പരിശുദ്ധാത്മാവ് കൺവിക്റ്റ് ചെയ്യാതെ പ്രാർത്ഥന വരുന്നില്ല. എന്നാൽ പ്രശ്നമുള്ള ചില ഭവനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുത്തെ പെൺമക്കൾ, ആ വിവാഹം കഴിച്ച് എന്ന കുട്ടി രാവിലെ എന്ത് വന്നാലും ഒരു അരമണിക്കൂർ വേദപുസ്തകം എടുത്ത് വായിക്കും. അത് കഴിഞ്ഞിട്ട് അവൾ മിണ്ടാതിരുന്നു. വേറെ ഞാൻ കണ്ടിട്ടുണ്ട്, അമേരിക്കയിൽ ചെന്നപ്പം പ്രായമുള്ള സ്ത്രീയെ അവരുടെ വീട്ടിലൊരു ചെറിയ മുറിയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ മുറി എന്തിനാ? പറഞ്ഞു, വഴക്കുണ്ടാകുമ്പോൾ ഞാൻ ഈ മുറിക്കകത്ത് കയറി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എത്ര നേരം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഇമോഷൻസ് എല്ലാം മാറിക്കഴിഞ്ഞിട്ട് എന്തൊരു മനോഹരമായിട്ട് ആ കുടുംബം ഓടിപ്പോകുന്നു, നടക്കുന്നു. അപ്പം ദൈവത്തോട് ആലോചന ചോദിക്കുന്ന സ്വഭാവം, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും പിന്നെ ചോദിക്കാമെന്ന്. നമ്മൾ ദൈവത്തിൽ വളർത്തിയ കുഞ്ഞുങ്ങളാണ്. കാരണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പറയുന്നത് മറ്റേ വ്യക്തി മനസ്സിലാക്കാത്തപ്പോൾ ഭാര്യയ്ക്ക് സംശയം തുടങ്ങും, ഭർത്താവിന് സംശയം, ദൈവം ഉണ്ടോ? കാരണം ഇത് ദൈവത്തോടെ ആലോചിച്ചിട്ട് കല്യാണം നടത്തിയാന്നല്ലേ ഇപ്പം പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആൾക്കാട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. കാരണം അതായത് കർത്താവ് ഉടച്ചു വാർക്കുകയാണ് രണ്ടുപേരുടെ. അതാണ് വിവാഹ ജീവിതം എന്ന് പറയുന്ന ഒരു ഉടച്ചു വാർക്കലാണ്. അപ്പോൾ നമ്മൾ ചിലർ പറഞ്ഞു കേട്ടില്ലേ, കല്ലുകൾ, കൂർത്ത കല്ലുകളാണ് രണ്ടും. അത് പുറമേ പോളിഷൊക്കെ ചെയ്തിട്ടൊന്നുമില്ല.
പക്ഷെ മനുഷ്യൻ കാണുമ്പോൾ ഏതാണ്ടൊക്കെ വസ്ത്രമായിട്ട് ധരിച്ചിട്ടുണ്ട്. ഈ കല്ലുകൾ രണ്ടുപേരും അടുക്കുമ്പം കുറച്ച് കഴിയുമ്പം വലിയ വഴക്കായി മാറും. കാരണം ആ പേഴ്സണാലിറ്റി പുറമേ ഈ ഡേറ്റിംഗ് സമയത്ത് കണ്ട പോലെ അല്ല കുടുംബജീവിതം. റെസ്പോൺസിബിലിറ്റി വന്നപ്പം വഴക്കായി. അത് പിന്നെ വെള്ളത്തിനകത്ത് ഒന്നിച്ച് പല പ്രാവശ്യം ഒഴുകി 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 ഈ കൂർത്തടം എല്ലാം മാറി അത് നല്ല മനോഹരമായ പെബിള് പോലെ അല്ലെങ്കിൽ വട്ടത്തിലുള്ള കല്ല് പോലെ ആകുന്നിടം വരെ ഇത് ഓരഞ്ഞോരഞ്ഞ് അതിൻ്റെ കൂർമ്മ മാറി അതിൻ്റെ കൂർത്ത ഭാഗം മാറുന്നതാണ് കുടുംബജീവിതം. അതാണ് ഭക്തന്മാർ മാത്രമല്ല. നമ്മൾ ഭക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ പള്ളിയിൽ വലിയ ആളായിരുന്നു, പള്ളിയിൽ പാട്ട് പാടുമായിരുന്നു, എൻ്റെ സ്കൂളിലെ ടീച്ചറായിരുന്നു. പക്ഷേ നിനക്ക് ഉറപ്പില്ല കവനൻറ്റിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. ശക്തിയായിട്ട് നിനക്ക് ജീവിക്കേണ്ടടുത്ത് നീ ഒളിച്ചോടി പോകുന്നു. ഭർത്താവിന് പകരം നീ വേറൊരു പുരുഷനെ ചിന്തിക്കാൻ തുടങ്ങിയോ? ഇതൊക്കെ നടക്കുകയല്ലേ ഇന്ന്. ഒന്നാമത് ഈ സ്ത്രീകൾക്ക് ജോലിക്ക് പോകുന്നതോടുകൂടി ക്ഷമയെന്ന് പറയുന്ന ഒരു സ്വഭാവം അവർക്ക് ബലഹീനതയാണ്. നമ്മുടെ ഈ എനർജി ഒരു 100% എനിക്ക് രാവിലെ എന്തപ്പോൾ എനർജി ഉണ്ട്. ഓഫീസിൽ പോയി ജോലി ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്ക് പോയി തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേക്ക് 95% അവിടെ വെച്ച് തീർന്നു. പിന്നെ ബാക്കി ഈ 5%-ത്തിനകത്താണ് ഈ വീട്ടിലെ കാര്യം ചെയ്യേണ്ടത്. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ പാത്രം ഏറിയാലേ ബഹളം, അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയ ഒരു ചാടീര്, അല്ലെങ്കിൽ ഡോറിട്ടൊരൊറ്റ അടയടിക്കുന്ന കേട്ടാൽ വീട് പോകില്ലെങ്കിൽ പോകുന്ന പോലെ ഒരട കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിതൊക്കെ ചിന്തിക്കുമ്പോൾ എവിടെയാണ് നമ്മൾ യേശുവിനെ കൂടി ആരെയാണ് നമ്മൾ വിളിക്കുന്നതെന്ന് ചിന്തിക്കണം. ഈ കർത്താവ് എന്നെ വിളിക്കുക, മോളെ വെയിറ്റ് ചെയ്യുക, നമുക്ക് നേരമില്ല കേൾക്കാൻ. കാരണം പ്രാർത്ഥിക്കുന്നത് മാറിയല്ലോ. ഇപ്പം ജോലിക്ക് പോകണം, വീട്ടിൽ നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് ജോലി. പ്രാർത്ഥനയില്ലാത്തതിനാൽ ദൈവശബ്ദം കേൾക്കുന്നേയില്ല. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ദൈവം ആരെന്ന് പോലും അറിയാത്ത സ്റ്റേജിൽ നിൽക്കുകയാണ്. ദൈവം മരിച്ചോ ഇനി ഉയർത്തെഴുന്നേക്കത്തില്ല, ഇനിയും തീർന്നെന്ന് വിചാരിച്ച് ശവം അടക്കവും എല്ലാം കഴിഞ്ഞേച്ച് കർത്താവിൻ്റെ തിരുശരീരം എവിടെയാണ് കിടക്കുന്നതെന്ന് കാണാൻ വേണ്ടി മറിയെന്ന് പറഞ്ഞ ഒരാൾ ഓടി. മറിയ അവിടെ ചെന്നപ്പോൾ അവിടെ യേശു ഇല്ല. മറിയ ആദ്യം ചിന്തിച്ചത് എന്താണെന്നറിയാമോ? അയ്യോ ഈ മരിച്ച ശരീരം ആരെടുത്തോണ്ട് പോയി, എവിടെ കൊണ്ടുപോയി? ഉയർത്തെഴുന്നേൽക്കുന്ന യേശു പറഞ്ഞതാണ്, പക്ഷേ അവിടെ തലയിലൊന്നും കയറിയിട്ടില്ല. അവസാനം യേശു ക്രിസ്തു ഒരു ഗാർഡനറിനായിട്ട്, അതായത് തോട്ടക്കാരനായിട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ മറിയ ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ നടന്നതൊന്നും അറിഞ്ഞില്ലേ? അങ്ങനെ തന്നെയാണ് ഇവിടെ നടന്നതെന്ന് അറിഞ്ഞില്ലേ? ഇവിടെ യേശുവിനെ അടക്കിയിട്ട് യേശുവിൻ്റെ ശരീരം ഇവിടെ അതിനകത്തുണ്ടായിരുന്നു, ഇപ്പോൾ ഇത് കാണുന്നില്ല. എവിടെ എടുത്തുകൊണ്ട് പോയെന്ന് പറയാമെങ്കിൽ ഞാൻ പോയി എടുത്തോളാമെന്ന്. എന്തൊരു ഇതാണ് പുറമേയുള്ള ചിന്തയിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആരാണ് നിൽക്കുന്നത്? യേശു ചോദിക്കുന്നു, മറിയേ എന്നൊരു വിളിക്കുന്നു. മറിയേ എന്ന് വിളി കേട്ടപ്പോൾ അവളുടെ അന്തരാത്മാവ് തുറന്നു. നമ്മളെ എത്ര നേരം വഴക്കുണ്ടാക്കി ഓടിപ്പോകാൻ നോക്കുക. യേശു എത്ര പ്രാവശ്യം എന്നെ നിങ്ങളെ പറിച്ചൊല്ലി വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിച്ച് നിന്നതുകൊണ്ടല്ലേ ഇന്ന് ഈ കുടുംബം നിൽക്കുന്നത്. ഏതൊരു കുടുംബത്തിലും പ്രശ്നമില്ലാത്ത ഏത് കുടുംബമാണ് ഉള്ളത്? അതാണ് സുവിശേഷം. ഏത് വലിയ ആഴം. അതായത് എൻ്റെ കർത്താവിന് പരിഹരിക്കാൻ വയ്യാത്ത പ്രശ്നം ഭൂമിയിലുണ്ടോ? അതെന്തുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല? സമുദ്രമധ്യേ ഗർജിക്കുന്ന യഹോവയുടെ ശബ്ദം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രയാസ സമയത്ത് ഓടിച്ചെന്ന് അവരെ സഹായിക്കാതിരിക്കുമോ? അപ്പോൾ ഈ ഞാനും ദൈവവുമായിട്ടുള്ള ഉറ്റ ബന്ധത്തിലാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. ശരിയാ, മക്കൾ പ്രാർത്ഥിക്കുന്നില്ല. പ്രായം ചെന്ന അമ്മയപ്പന്മാർക്ക് പ്രാർത്ഥിക്കാമല്ലോ കുടുംബത്തിനെ നിർത്താനായിട്ട്. ചില അപ്പന്മാരെന്നെ വന്ന് സങ്കടത്തോടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുടുംബജീവിതം. അപ്പം ചെറുക്കൻ നല്ലവണ്ണം അവന് ഓർഗനൊക്കെ വായിക്കുന്ന കുട്ടിയായിരുന്നു, പെങ്കൊച്ച് പാട്ട് പാടുന്ന കൊച്ചായിരുന്നു. ഇപ്പോൾ അവസാനം വലിയ വിഷമം, അവൻ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു. അവൻ പള്ളി വളർത്തിയ കുട്ടിയല്ലേ? എങ്ങനെ ഇത് സംഭവിച്ചു? കവനൻറ്റ് ഉടമ്പടിയിൽ കയറുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിവുള്ള പുരുഷത്വം കാണിക്കുന്ന പുരുഷനും സ്ത്രീ പുരുഷത്വം കാണിക്കണമെന്നും പൗലോസ് പറയുന്നുണ്ട്. ചുമ്മാ ഒരു സൗന്ദര്യം മാത്രം ആലോചിച്ചിട്ട് എന്ത് സൗന്ദര്യമാണ് മനുഷ്യൻ്റെ? ദ സ്കിൻ ഡീപ്പ് ഇല്ലേ? എത്ര മനുഷ്യൻ്റെ സൗന്ദര്യം അവൻ്റെ സ്വഭാവമല്ലേ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതൊന്നും ചെറുപ്പത്തിലുണ്ടാകൂല. ബട്ട് പറയുന്ന ആത്മാവിലുള്ളവർ പറയുന്നത് അമ്മയപ്പന്മാർ എങ്കിലും കേട്ടിട്ട് അത് മക്കളിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. പാവുണ്ട്. അല്ലാതെ നമ്മൾ അവരോട് പറയുക പോലും വേണ്ട. അവരുടെ പടമെടുത്ത് വെച്ച് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു നോക്ക്. അപ്പോൾ ദൈവം സുവിശേഷം പോലും ഒരു സ്ത്രീയെ ഏൽപ്പിച്ചത്.
ആ സുവിശേഷം കൈക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതും സ്ത്രീകൾ തന്നെയാണ്. നമ്മുടെ ഓരോ ആൺമക്കളെയും അമ്മമാർ പഠിപ്പിച്ചിട്ടാണ് അവർ ദൈവത്തിലാകേണ്ടത്. നമ്മൾ സെയിൻറ്റ് ആഗസ്റ്റിൻ എന്ന് പറയുന്ന ആളുടെ അമ്മ 30 കൊല്ലം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അധികമായ ദൈവത്തിൻ്റെ വിശ്വാസിയായി മാറിയത്. നമ്മൾ 40 കൊല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്, 45 കൊല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്, 50 കൊല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇല്ലേ? എവിടെ പോകാനാ? ഉറപ്പില്ലേ? അപ്പം നമുക്ക് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നും ആ ദൈവം നമ്മുടെ കൂടെ ഒന്നും മാറത്തില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ സ്പ്രിംഗ് സീസണും കഴിഞ്ഞു, വലിയ പിന്നെ വഴക്കുണ്ടാക്കുന്ന ഉഷ്ണകാലവും കഴിഞ്ഞു, ഇനി പിന്നെ വരാൻ പോകുന്നത് ശീതകാലമാണ്. ഈ ശീതകാലം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിച്ചിരും കൂടെ നമ്മളൊന്ന് മാറിയിട്ട് ഞാനെന്ന ചിന്തയാണ് അവിടെ. അതേ നമ്മൾ ഈ പറയുന്നത് ശീതകാലത്തിന് മുമ്പിൽ ഈ മഴ പെയ്യുന്ന പോലെ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ നമ്മുടെ ഈ കാലത്ത്. മഴ പെയ്യുന്നതല്ല, ചാറ്റ മഴ. ഒരാൾ എന്നോട് പറഞ്ഞു ഓർത്ത് മഴ പെയ്യുകയെന്ന്. എനിക്കത് നല്ലതായിട്ട് ടച്ച് ചെയ്തു. ഈ മഴ ഇങ്ങനെ ഒന്നിച്ച് വീഴുകയല്ല, അത് ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ നിൽക്കും, പിന്നെ ഓർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയല്ലേ ചില വീട്ടിലെ വഴക്ക്. നമ്മൾ വഴക്ക് തീർന്നെന്ന് വിചാരിക്കും, പിന്നെ പിന്നലെ ദിവസം പൊക്കിക്കൊണ്ട് വരും. ശരിയല്ലേ? കഴിഞ്ഞത് പോയെന്നേ. അപ്പം ഇത് പറയുമ്പോഴേ, ഞാനീ പറയുമ്പോൾ ചിലപ്പം ചിലർ പറയും ആൻറ്റിക്ക് അത് പറഞ്ഞാൽ മതിയെന്ന്. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, എല്ലാ വീട്ടിലും ഇങ്ങനതല്ലേ വേറെ തരത്തിലുള്ള പ്രശ്നമുണ്ട്. അത് എങ്ങനെ കാണുന്നു? ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ കണ്ടാൽ പരിഹാരമുണ്ട്. രണ്ടുപേരും, ഒരാൾ ഒരു തരത്തിൽ ഇട്ടുമുട്ടുക്കും എടുക്കാത്ത ചില എക്സെപ്ഷൻസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് വന്നതിൻ്റെ റീസൺ എൻ്റെ പിതാക്കന്മാർ അവരുടെ അപ്പനമ്മമാർ ശരിയായിട്ട് പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല എന്നെ, അല്ലാതെ അങ്ങനെ വരും. അടുത്ത തലമുറയുടെ ദൈവം എന്നല്ലേ ദൈവം പറഞ്ഞത്. അപ്പം നമ്മൾ പിതാവാം ദൈവം പറയുന്നു ഐ ആം ദി ഓൺലി ഗോഡ്. ഞാനായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാനായി ഈ വീട്ടിലെ ദൈവം. ചില സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ? കല്യാണം ഇങ്ങോട്ട് കഴിച്ചു എന്ന് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവരാണ് ആ വീട്ടിലെ ദൈവം എന്നും പറഞ്ഞൊരു നിപ്പുണ്ട്. അസൽ ഭദ്രകാളി നിൽക്കുന്ന പോലെ ഒരു നിപ്പ കണ്ടിട്ടുണ്ടെന്നേ. അപ്പോൾ ഈ വി എന്നുള്ള, അതായത് ഞാനെന്നുള്ള ഭാവം അങ്ങോട്ട് മാറിയിട്ട് നമ്മുടെ കുടുംബമെന്ന് പറയാൻ എത്ര സമയമെടുക്കും? ഒരു പുരുഷനോട് ഞാൻ ചോദിക്കുക, സ്ത്രീ കാശുണ്ടാക്കുന്നില്ലായിരിക്കും, അവർ പോകുന്നില്ല, അവർ കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവർ പോകുന്നില്ല ജോലിക്ക് മക്കളെ വളർത്താൻ. എൻ്റെ പണമെന്നൊരു ഭർത്താവ് പറഞ്ഞാൽ എങ്ങനെയത്? അല്ല, നമ്മുടെ പണമെന്ന് പറയാൻ എത്ര പേർക്ക്? അതിന് കണക്കും ചോദിച്ചുകൊണ്ടിരിക്കണം. വിതിൻ ദ പെരിമീറ്റർ സ്വാതന്ത്ര്യം കൊടുക്കണം. ഇല്ലേ? ചെയ്തു കൊടുക്കും. ഇതൊക്കെ എന്നും ചെയ്യേണ്ട തീരുമാനമല്ലേ? അപ്പോൾ ഇതിനകത്തൊക്കെ ഈ ബാലൻസ് കൊണ്ടുവരേണ്ട ജോലി അമ്മയൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ ഈ വിവാഹത്തിന് പലയിടങ്ങളിലും ഡിവോഴ്സ് സംഭവിക്കുന്നതിൻ്റെ മെയിൻ റീസൺ പെങ്കൊച്ചിൻ്റെ അപ്പനും അമ്മയുമാണ്. റീസൺ ആബ്സല്യൂട്ട്ലി. എനിക്ക് എൻ്റെ അടുക്ക് വന്നിരിക്കുന്ന ഡിവോഴ്സിൻ്റെ പല കാര്യങ്ങളും ഞാൻ കണ്ടിരിക്കുന്നത് ഈ പെങ്കൊച്ചിൻ്റെ അമ്മ എന്ത് ചെയ്താലിട്ടുക്കും അടുക്കൂല. അവരോട് ദൈവത്തെക്കുറിച്ച് പറയാനും ഒക്കത്തില്ല, നമ്മളിങ്ങോട്ട് അടിക്കുവരും. പലരും എന്നോട് ചോദിക്കും ഡിവോഴ്സ് കേസസ് എടുക്കുമോ? ഞാനൊരു ലോയറാണ്, ഞാൻ ഡിവോഴ്സ് കേസസ് എടുത്തിട്ടുണ്ട്. ഞാൻ എത്രയോ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നെവിറ്റബിളായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ കേസ് എടുക്കാറായി. കാരണം നമ്മളിവരെ ഒന്നിച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ഇവരെന്ത് ചെയ്യാൻ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഡിവോഴ്സ് കേസസ് ഞാൻ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഇപ്പം ഞാൻ കാണുന്ന ഡിവോഴ്സൊക്കെ ഇത്ര ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞാൽ വഴക്കുണ്ടാക്കുന്നത്. നിർത്തിയേച്ച് ടോളറൻസ്, അതായത് ആത്മനിയന്ത്രണം, സഹനം, സ്നേഹം രണ്ട് സൈഡിലും ഉണ്ടാകട്ടെ. മുൻതലമുറ കാണിച്ചു കൊടുക്കാത്ത വീക്ക്നെസ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ മുട്ടയിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വിഷയം ശരിയാകുന്നിടം വരെ ദൈവപ്രവർത്തനം. ഈ അന്യോന്യം കുത്തിക്കൊല്ലാൻ പോകുന്നിടത്ത് പോലും നമ്മൾ അപ്പനമ്മമാർ പ്രാർത്ഥിച്ച് അവരെ ദൈവം വേറെ തരത്തിലാക്കും. പിന്നെ ഇച്ചിരി മാറിക്കഴിയുമ്പോൾ അവരെ തിരിച്ചും കൊണ്ടുവരും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഒന്ന് ഓർക്കണം, നമുക്കൊക്കെ വിട്ടുവീഴ്ച തോൽക്കാനാണ്. ജീവിതം എന്ന് പറയുന്നത് കഷ്ടമാണ്, പക്ഷെ സാരമില്ല. അതിനകത്ത് ഈ പ്രയാസം വരുന്നത് ഫേസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ദൈവം തരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വെളിച്ചം, ആത്മാവിൻ്റെ ഒഴുക്ക്, ഈ വചനം സത്യവചനത്തിൽ എഴുതിയിരിക്കുന്ന ജീവിതവും പിന്നെ ഇപ്പം ഞങ്ങളുടെ ഈ സ്വന്തം ജീവിതം നോക്കുമ്പോൾ വലിയ അന്തരവ് കാണുന്നുണ്ട്. ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കും? പറയാൻ എളുപ്പമാണ്, ജീവിക്കാൻ പ്രയാസമാണെന്ന് എല്ലാവരും. ഞാൻ പറയുന്ന സത്യവചനം കേട്ടാൽ തന്നെ ഉൾക്കൊള്ളാൻ പോലും പ്രയാസമാണ്. ഒരു പക്വതയോ ഒരു പ്രായമോ വരത്തില്ല. എന്നാൽ സത്യം വിളിച്ചു പറയുകയാണ്.
മാതാപിതാക്കൾ കൊച്ചുങ്ങൾക്ക് വേണ്ടി, അവരുടെ സന്തതികൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വഴക്കിനു പകരം കഴിവതും രമ്യതയിലേക്ക് കയറാൻ, ദൈവത്തിൻ്റെ കൈ ഇറങ്ങി വരാൻ പ്രാർത്ഥിക്കട്ടെ. ഇന്ന് മല പോലെ നിൽക്കുന്ന ഈ മഹാപർവ്വതം രാത്രി മുഴുവനും ഒരമ്മ പ്രാർത്ഥിച്ചിട്ട് രാവിലെ അത് നദിയാക്കി വിശുദ്ധ കൃപയാക്കി എത്ര സ്ത്രീകളെ എനിക്കറിയാം. ഇപ്പം ഈ വിവാഹം തീരുമെന്ന് വിചാരിച്ചെടുത്ത് ഒരമ്മ രാത്രി മുഴുവനും വേദപുസ്തകം എടുത്ത് നെടുമ്പാടെ കിടന്ന് പ്രാർത്ഥിച്ച് നേരം വെളുത്തപ്പം 2 പേരുടെയും ബുദ്ധിക്ക് വ്യത്യാസം കൊടുത്ത ദൈവം, അങ്ങനെയുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അല്ലെ കുടുംബം നിൽക്കത്തില്ലല്ലോ കർത്താവ്. കാരണം 2 തരത്തിലുള്ള സ്വഭാവക്കാരല്ലേ. ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ചെടുത്താട്ടോ. ബാലപാഠം തൊട്ട് ഇത് തുടങ്ങണം കർത്താവ്. ഇത്ര മഹത്തരമായ നീ സൃഷ്ടിച്ച ഈ പ്രസ്ഥാനം തിന്മയാണെന്ന് പിശാച് വിളിച്ചു പറഞ്ഞ് അടുത്ത തലമുറകളെ ഇല്ലാതാക്കാൻ പോകുന്ന ദുഷ്ടൻ്റെ തല വെട്ടി മാറ്റണം. ഈ ദാഗോൻ്റെ തല തെറിച്ചു പോയേ ഒക്കത്തുള്ളൂ. ഈ ദാഗോൻ്റെ തലയല്ല കാലും കയ്യും വെട്ടി മാറ്റണം അപ്പച്ച. ഇനി അവൻ അനങ്ങൂല. അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിന് സ്തോത്രം. അവിടെ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ജീവനദി ഒഴുക്കിക്കൊടുത്തു. സമൃദ്ധിയുടെ അനുഗ്രഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും വിശുദ്ധ സ്നേഹത്തിൻ്റെയും ആത്മീക സ്നേഹത്തിൻ്റെയും അഗാപ്പ ലവിൻ്റെ ഒരു നദി ഒഴുകട്ടെ. അവിടെ സമൃദ്ധിയും സന്തോഷവും ധാരാളമായിട്ട് കൊടുക്കപ്പിച്ച് ദൈവസ്നേഹത്തിൽ വീട് പണിയാൻ തുടങ്ങട്ടെ. അങ്ങനെ അവരെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞതെല്ലാം എടുത്തു മാറ്റി ഒരു പുതിയ തുടക്കം നീ കൊടുക്കണമേ. എല്ലാം തീർന്നെന്ന് വിചാരിക്കുന്നിടത്ത് ആ ദൈവം പുതുതായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ ചെയ്യണമേ. പ്രാർത്ഥന കേട്ട അപ്പച്ചൻ അത് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം, ചെയ്തിരിക്കുന്നതിനാലും സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.